കെ ആർ ഗോപികൃഷ്ണൻ, എന്തുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി ഇതൊരു ഫേസ്ബുക്ക് സംവാദം മതി എന്ന് കരുതിയിട്ടുണ്ടാവുക? ഒരു സ്പെക്കുലേഷൻ. അല്ല എസ് കെ, എനിക്ക് നമ്മളുടെ ഈ അടുത്ത കാലത്ത് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ ഒരു ജർമ്മൻ തത്വശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം സാമൂഹ്യ ശാസ്ത്രജ്ഞൻ യുർഗൻ ഹെബർബോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തമായ ഒരു പരികല്പന പബ്ലിക് സ്പിയർ എന്നാണ്, പൊതുബോധം എന്നാണ്. അതിന് അദ്ദേഹം അതിന് നൽകുന്ന ഒരു വ്യാഖ്യാനം സ്വകാര്യ വ്യക്തികൾ പൊതുകാര്യത്തെക്കുറിച്ച് നടത്തുന്ന തുറന്ന സംവാദം. കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിനും പ്രക്രിയയ്ക്കും ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യമാണ് സംവാദം എന്ന് പറയുന്നത്. ചോദ്യങ്ങളെ അടിച്ചമർത്തുന്ന ഏത് തരത്തിലുള്ള അധികാര പ്രയോഗത്തിനെയും എതിരായിട്ടുള്ള ഒരു ശബ്ദം എന്ന നിലയിലാണ് ഹെബർമാസ് ആ ഒരു പരികല്പനയെ അവതരിപ്പിക്കുന്നത്. ഞാനത് പറയാൻ കാരണം, കേരളത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിനൊരു മാറ്റം അനിവാര്യമായി വന്നിട്ടുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ വ്യാജങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം സമൂഹ മാധ്യമങ്ങൾ വിവിധ സംവിധാനങ്ങളിലൂടെ പലതരത്തിലുള്ള വിവരങ്ങൾ, ഇൻഫർമേഷൻ ബൊമ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ നേരെ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് സത്യം ഏതാണ്, കളവേതാണ് എന്ന് ഒരു വോട്ടർക്ക് തിരഞ്ഞെടുക്കാനും അയാൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും അതിനുള്ള ഉത്തരങ്ങൾ കിട്ടാനും വ്യക്തത വരുത്താനുമൊക്കെയുള്ള ഏറ്റവും മികച്ച അവസരമായി ഈ സംവാദത്തെ നമുക്ക് മാറ്റാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 വർഷത്തെ തുടർഭരണം കഴിഞ്ഞ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഈ സർക്കാർ പറയുന്നു ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. അവർക്ക് എണ്ണി പറയാൻ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതി, കിഫ്ബി വഴി ഉണ്ടാക്കിയിട്ടുള്ള പാലങ്ങൾ, പിന്നെ അതേപോലെ ദേശീയപാത 66, ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വികസന നേട്ടങ്ങളായി അവർക്ക് അവതരിപ്പിക്കാനുണ്ട്. മാത്രമല്ല യഥാർത്ഥത്തിൽ ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ചിരുന്നതും ഈ വികസന നേട്ടങ്ങൾ എണ്ണി പറയണമെന്നായിരുന്നു. അതിനുള്ള ഒരു മികച്ച അവസരം കൂടിയായിരുന്നു മുഖ്യമന്ത്രി, അത് വെല്ലുവിളിയാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, മുഖ്യമന്ത്രിക്ക് ഈ സംവാദത്തിലൂടെ ലഭിച്ചിരുന്നത്. ആ ഒരു അവസരത്തെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി വേണ്ട എന്ന് വെച്ചത്? അദ്ദേഹത്തിന് പ്രതിപക്ഷത്തിൽ നിന്ന് ഏതെങ്കിലും അസുഖകരമായ ഒരുപക്ഷെ അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് ആശങ്കപ്പെട്ടു. അങ്ങനെ ഭയപ്പെടുന്ന ഒരാളല്ല. ഞാനിപ്പോ അദ്ദേഹത്തിന് പലപ്പോഴും ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പൊ ഇത്തവണ തന്നെ അദ്ദേഹം 20 പേർക്കോളം ഇന്റർവ്യൂ കൊടുത്തു. 2-3 ദിവസത്തിനകത്താണ് 20 പേര്. ഇതിൽ ഞാനൊഴികെ ഒരാളോട് പോലും പുള്ളി ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ തന്നെ അങ്ങോട്ട് വലിഞ്ഞു കയറി ചർച്ച ചെയ്യാൻ പോയത്, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ അന്വേഷിക്കത്തുമില്ലായിരുന്നു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു വേറെ ഏതോ കാര്യമായിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം കേട്ടതാണ്. കാര്യം അദ്ദേഹത്തിന് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ, നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി. അപ്പോൾ അത് കൃത്യമായിട്ട് പറയും. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ 20 ഇന്റർവ്യൂവിലും അദ്ദേഹം ഏതെങ്കിലും ഒരു നിലപാടിൽ നിന്ന് അണുവിട വ്യതിചലിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം നല്ല ക്ലാരിറ്റി ഉണ്ട്. കാരണം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ വളരെ ആഴത്തിൽ പഠിച്ചിട്ടായിരിക്കുമല്ലോ ചിലപ്പോൾ ചോദ്യം ചോദിക്കുക. ഒരെണ്ണം അങ്ങോട്ട് എറിഞ്ഞു, അപ്പോൾ നമ്മൾ എറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അദ്ദേഹം അതിലൊന്ന് കൊത്തി അദ്ദേഹം ഒരല്പം സമയം എടുക്കും. ഒട്ടും സമയം എടുക്കുന്നില്ല. നമ്മുടെ ഫുൾ സ്റ്റോപ്പ് വീഴുന്നതിന് മുന്നേ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് കൃത്യമായ കാര്യമായിരിക്കും. നിങ്ങൾക്ക് വിയോജിക്കാം, ചിലപ്പോൾ യോജിക്കാം, അത് വേറെ കാര്യം. അങ്ങനെയുള്ള ഒരാൾ പിന്നെ ഈ നിയമസഭയിലൊക്കെ ഇവർ ഏറ്റുമുട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ വേഴ്സസ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു സാധനം ഒരുപക്ഷെ കേരളത്തിൽ ഒരു 10,000 കോർണർ മീറ്റിങ്ങുകളെക്കാളും ഏറ്റവും നന്നായിരുന്നു. കാര്യം വ്യക്തതയോടെ കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാക്കാനും ട്രാൻസ്പെറൻസി എന്നൊരു സാധനം ഇവരുടെ രാഷ്ട്രീയ നിലപാടിൽ ഉണ്ടാക്കാനും ഒരുപക്ഷെ ഈ സംവാദം തെളിഞ്ഞില്ല. മാത്രമല്ല ഇപ്പോഴത്തെ ഈ ടെലിവിഷൻ ചാനലുകളിലെ മത്സരങ്ങൾ കാരണം എല്ലാ TV ചാനലുകളും മുഖ്യമന്ത്രി വി ഡി സതീശനും കസേരയിൽ വന്നിരിക്കുന്നത് മുതൽ മൈക്ക് കുത്തുന്നത് മുതൽ ഇടുകയും അവസാനം അവർ പൊടിയും തട്ടി പോകുന്നത് വരെ ഉള്ള കാര്യങ്ങൾ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തേനെ. അത് കഴിഞ്ഞ് നമ്മുടെ ആർ ശ്രീജിത്തിനെ പോലുള്ള ആൾക്കാർ ഒരു 10 മിനിറ്റ് പറയുകയും ചെയ്തു. മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കേരളം ഒരു പുതിയ കീഴ്വഴക്കത്തിന് തുടക്കം കുറിക്കുമായിരുന്നു. ഒരു വലിയ മാതൃകയായിരുന്നു. അതൊരു മാതൃകയായിരുന്നു. കേരളത്തിലെ ആൾക്കാർക്ക്, ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഞങ്ങളുടെ ഈ മേലില എന്ന് പറയുന്ന ഗ്രാമത്തിലൊക്കെ ഉണ്ടല്ലോ ഗോപി, ഈ കണിയാപുരം രാമേന്ദ്രനൊക്കെ ഇവിടെ പ്രസംഗിക്കാൻ വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രസംഗം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നുണ്ട്. മിക്കവാറും ഒരു 9 മണിക്ക് പ്രസംഗിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ മിക്കവാറും 12 മണിക്ക് പാതിരാത്രി ആയിരിക്കും വന്നിറങ്ങുന്നത്. അപ്പോഴും ആൾക്കാർ കാത്തിരിക്കും, തലവഴി മുണ്ടുമൊക്കെ ഇട്ട് തണുപ്പൊക്കെ കൊള്ളാതെ അവിടെ നിന്ന് 1.5 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു പോകുന്നു ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു രാഷ്ട്രീയ സംവാദങ്ങളോട് മലയാളികൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ എൻകൗണ്ടറിലൊക്കെ ആളുകളുള്ളത്. അപ്പോൾ ഈ ഒരു സംവാദത്തിൻ്റെ സാഹചര്യം തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് ഉപയോഗിക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കാര്യം അദ്ദേഹത്തിനെ ഒരു പൊളിറ്റിക്കൽ ലെജൻഡിന് മറുപടി പറയാനൊക്കെ പറ്റും. അതിലൊന്നും ആർക്കും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വി ഡി തീർച്ചയായിട്ടും നല്ല ക്ലാരിറ്റി ഉള്ളതാണ്. ഡോക്ടർ തോമസ് ഐസക്കുമായിട്ട് അദ്ദേഹം ഏറ്റുമുട്ടിയപ്പോഴും ഈ ലോട്ടറി കേസിലൊക്കെ ഏറ്റുമുട്ടിയപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന് കൃത്യം കാര്യങ്ങൾ പറയാൻ പറ്റും. കാരണം അതിനകത്തൊരു ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി ഒന്നും പുള്ളിക്ക് വിഷയമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഇത് സത്യം പറഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ച് ഒരു മികച്ച അവസരമായിരുന്നു. അവർക്ക് അവരുടെ 10 കൊല്ലം പ്രത്യേകിച്ച് കഴിഞ്ഞ 5 കൊല്ലം നമ്മുടെ നാട്ടിലെ റോഡുകളും ഇങ്ങനെയൊക്കെയുള്ള വികസന സാധ്യതകളും അവർക്ക് നടപ്പിലാക്കാൻ പറ്റിയ കാര്യങ്ങളും ഇനി അവരുടെ മനസ്സിൽ ബാക്കിയുള്ളതും ഒക്കെ പറയാനുള്ള വലിയൊരു അവസരവും ഇത്രയധികം എയർ ടൈമും അതായിരുന്നു. കാര്യം റേഡിയോ, ടെലിവിഷൻ എല്ലാ നെറ്റ്വർക്കുകളും ഈ സോഷ്യൽ മീഡിയകളും എല്ലാം അത് ഫോളോ ചെയ്യുമല്ലോ. അങ്ങനെ വലിയൊരു അവസരമാണ് പോയത്. സമയം പോയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇനിയൊരു
ഒരു റീതിങ്കിങ്ങിന് ഉപദേശിച്ചോ? ഇനി അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒരു ഉപദേശം കിട്ടിയോ? അങ്ങനെ ഒരുപാട് പേർക്ക് ഉപദേശിക്കാൻ പറ്റിയ ഒരാളാണ് മുഖ്യമന്ത്രി. അല്ലെങ്കിൽ അദ്ദേഹം പിൻവാങ്ങേണ്ട കാര്യമില്ലല്ലോ. കാരണം അദ്ദേഹം പരസ്യമായി ഒരു നല്ല ഒരു വലിയ ഒറേറ്റർ ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ നല്ല ഡിബേറ്ററാണ്. ഡിബേറ്ററാണ്. അല്ല മാത്രമല്ല അങ്ങനെ കലർക്കളമായിട്ട് ഒഴുകും വാക്കുകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.